ഭഗവാന്റെ മനോഹരമായ ആ സഭയെ നാം ദർശിച്ചു. ഇനി 33-ാം ശ്ലോകത്തിൽ ആ ഗോലോകനാഥൻ്റെ വാമഭാഗത്ത്, അതായത് ഇടതുവശത്ത് വിരാജിക്കുന്ന പരമപ്രകൃതിയായ രാധാദേവിയെക്കുറിച്ച് സുതൻ വിവരിക്കുന്നു. ഭഗവാനും ഭഗവത് ശക്തിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഈ ശ്ലോകത്തിൽ തെളിയുന്നു. 33-ാം ശ്ലോകം രാധാകൃഷ്ണ സംഗമം. ഭഗവാന്റെ ശക്തിസ്വരൂപിണിയായ രാധയെക്കുറിച്ചും അവിടുത്തെ തേജസ്സിനെക്കുറിച്ചുമുള്ള വർണ്ണനയാണിത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. തസ്യ വാമേ സ്ഥിതാ രാധാ രത്നഭൂഷണഭൂഷിതാം തപ്തകാഞ്ചനവർണാഭാം കോടിചന്ദ്രസമപ്രഭാം. പദാനുപദ അർത്ഥം: തസ്യ അവിടുത്തെ, അതായത് ഭഗവാന്റെ, വാമേ ഇടതുഭാഗത്ത്, സ്ഥിതാം നിൽക്കുന്നവളായ, സ്ഥിതി ചെയ്യുന്നവളായ, രാധ രാധാദേവി, രത്നഭൂഷണഭൂഷിതാം രത്നാഭരണങ്ങളാൽ അലങ്കൃതയായവൾ, തപ്തകാഞ്ചന വർണാഭാം ഉരുക്കിയ പൊന്നിൻ്റെ നിറത്തിന് തുല്യമായ ശോഭയുള്ളവൾ, കോടിചന്ദ്ര സമപ്രഭ കോടിചന്ദ്രന്മാരുടെ പ്രകാശത്തിന്, അതായത് പ്രഭയ്ക്ക് തുല്യമായ പ്രഭയുള്ളവൾ. ഈ ശ്ലോകത്തിൻ്റെ സാരാംശം: ഭഗവാന്റെ ഇടതുഭാഗത്ത് രത്നാഭരണങ്ങൾ അണിഞ്ഞ രാധാദേവി സ്ഥിതി ചെയ്യുന്നു. ഉരുക്കിയ പൊന്നിൻ്റെ നിറമുള്ളവളും കോടിചന്ദ്രന്മാർ ഒരുമിച്ച് പ്രകാശിച്ചാലുണ്ടാകുന്ന അത്രയും ശീതളമായ തേജസ്സോടു കൂടിയവളുമാണ് ദേവി. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം പ്രപഞ്ചത്തിൻ്റെ ചാലകശക്തിയെ, അതായത് ഡൈനാമിക് എനർജിയെ പരിചയപ്പെടുത്തുന്നു. വാമഭാഗം, ദ ലെഫ്റ്റ് സൈഡ്. ഭാരതീയ സങ്കല്പത്തെ ശക്തി എപ്പോഴും പുരുഷൻ്റെ ഇടതുഭാഗത്താണ്. ഹൃദയത്തോട് ചേർന്ന ഭാഗമാണത്. ഭഗവാന്റെ ഹൃദയമാണ് രാധ എന്ന് ഇത് സൂചിപ്പിക്കുന്നു. കോടിചന്ദ്ര പ്രഭ. ഭഗവാന്റെ തേജസ്സിനെ സൂര്യനോട് ഉപമിച്ചപ്പോൾ രാധയുടെ പ്രഭയെ ചന്ദ്രനോട് ഉപമിച്ചിരിക്കുന്നു. സൂര്യപ്രകാശം കഠിനമായിരിക്കുമ്പോൾ ചന്ദ്രപ്രകാശം നയനങ്ങൾക്ക് കുളിർമ നൽകുന്നു. ഭഗവാന്റെ ഐശ്വര്യത്തെ, കാരുണ്യം കൊണ്ട് പൊതിയുന്നവളാണ് രാധ. രാധ എന്ന വാക്കിൻ്റെ അർത്ഥം രാധധാതുവിൽ നിന്നാണ് ഈ പേരുണ്ടായത്. ആരാധിക്കുന്നവൾ എന്നർത്ഥം. ഭഗവാനെ ഏറ്റവും നന്നായി ആരാധിക്കുന്ന ശക്തി രാധയാണ്. ഗുരുനാഥൻ്റെ ഉപദേശം: വത്സ, ഭഗവാൻ തനിച്ചല്ല. ശക്തിയില്ലാത്ത പുരുഷൻ നിഷ്ക്രിയനാണ്. നിന്റെ ജീവിതത്തിൽ അറിവ് കൃഷ്ണനാണെങ്കിൽ ആ അറിവിനെ സ്നേഹമാക്കി മാറ്റുന്നതാണ് രാധ. സ്നേഹമില്ലാത്ത അറിവ് വരണ്ടതാണ്. രാധയെപ്പോലെ ഹൃദയത്തിൽ സ്നേഹവും ഭക്തിയും നിറയുമ്പോൾ മാത്രമേ നിന്റെ ഉള്ളിലെ കൃഷ്ണൻ പൂർണ്ണനാകൂ. രാധാകൃഷ്ണന്മാരുടെ ഈ ദിവ്യമായ ശോഭ നാം കണ്ടു. ഇനി 34-ാം ശ്ലോകത്തിൽ രാധയെ സേവിക്കുന്ന ഗോപികമാരെക്കുറിച്ചും ആ ഗോലോകത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ചും നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.